വ്യൂ നോക്കി എന്താ സൂര്യപ്രകാശം അടിച്ചിട്ട് ആ ഭാഗത്തൊക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഹിമാലയ 3800 लास्ट कितना है? 35 है. ഇത് ഇസ്കോ 3,000. ഇത് 3000 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു കേട്ടോ. 2 കിലോത്തിന് 100, 2 കിലോ 1000, 2 kg 100. ഒരു 2 kg 100 rupees ആണ് കേട്ടോ. ഓറഞ്ച് സെയിം റേറ്റ്. grapes 160, 140 per kg. അപ്പോൾ ഗൈസ്, ഞാൻ അവിടെ നിന്ന് ഷിംല ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഷിംലയിലെ സിറ്റിയിലെയും കാഴ്ചകളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഒരു ബ്രോയും കൂടെ ഉണ്ട്, പൊള്ളാണ്, താനിഷ് എന്നാണ് പേര്. താനിഷ് ഹി ഹാസ് ഓൾസോ യൂട്യൂബ് ചാനൽ. ഓക്കെ, his name is Dalias, right? Dals Memories എന്നാണ് കേട്ടോ ആളുടെ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, പുള്ളിനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആളുടെ ഡാൻസ് മെമ്മറീസ് എന്നാണ് എല്ലാ ചാനലിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഷിംല ഭാഗത്തേക്ക് നമ്മൾ ഇനി മാർക്കറ്റ് ഏരിയ സിറ്റി ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മുകളിലേക്ക് കയറിയിട്ട് മലകയറ്റം ഒന്ന് ഗൈസ്, മൊത്തം മലകയറ്റം ഒന്ന്. ഇവിടുത്തെ വഴികളെന്നൊക്കെ പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ പോക്കറ്റ് റോഡും കാര്യങ്ങളൊക്കെ കയറണമെങ്കിൽ തന്നെ ഒരുപാട് ചുറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു വഴികൾ കണ്ടില്ലേ, ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കണ്ടില്ലേ, ഇതൊക്കെ വേറെ റൂട്ടാണ്. നമ്മളിതിൽ നമ്മൾ ഡയറക്റ്റ് ഒന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റ് ആക്സസ് ഒന്നുമില്ല. ഇപ്പോൾ ഈ ഓരോ ഇതായിട്ട് വേർതിരിച്ചാണ് ഇപ്പോൾ റോഡ്സൊക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. റോഡ് ഇതിലിറങ്ങിയാണ് ഞാൻ നേരെ അങ്ങോട്ട് പോട്ടെ. പിന്നെ ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ നടക്കണം. ഇവിടെ നിന്ന് നമ്മുടെ കടകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആട് നമുക്ക് വഴി പറഞ്ഞു തരാം കേട്ടോ. പിന്നെ വഴി അറിയാൻ പാടില്ല, കാരണം വെച്ചാൽ ആദ്യം വന്നതുകൊണ്ട് ഷിംല സിറ്റി എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ സംഭവം. വഴികളൊന്നും അറിയാൻ പാടില്ല. കാര്യം പോണ റൂട്ടുണ്ടോ, ഇപ്പം അടി കയറി ഇതിൻ്റെ മുകളിലേക്ക് എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് എല്ലാം. അയ്യോ, ഇവിടെ നിന്ന് നടന്ന് ഇത് പടികളൊക്കെ കയറി വരുമ്പോഴത്തേനും ഒരു പരിവാകും. മുകളിലേക്ക് ഇങ്ങനെ കയറി ഞാൻ ആ ഭാഗത്തേക്ക് കണ്ട അവിടെ റോഡ് കണ്ടു. ഇതൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ റോട്ടിൽ നിന്ന് നെക്സ്റ്റ് റോട്ടിലേക്കുള്ള ആക്സസ് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അതേപോലെ ടാക്സിയും ബസ് സർവീസും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെന്നാണ് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള റോഡിലാണ് ഇന്നലെ ബസ് ഡ്രോപ്പ് ചെയ്തത്. അവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഒരു പടി കയറി ഈ റോട്ടിലേക്ക് കയറേണ്ടി വന്നു. നടത്തം മലകയറ്റമൊക്കെ ആയതുകൊണ്ട് അണക്കണില്ല, ഒട്ടും അണപ്പില്ല. കിതച്ച് ഞാൻ ചാകുകയാണ്. അയ്യോ, ബട്ട് ദിസ് ഈസ് ഓൾസോ ആൻ എക്സ്പീരിയൻസ്. ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടത്തേക്ക് ഇത് കണ്ടോ, കല്ലുകളും കാര്യങ്ങളും മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ. വേസ്റ്റും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ട് അവിടെ. നിരവധിയായിട്ടുള്ള വേസ്റ്റുകളുണ്ടോ. ഞങ്ങൾ ചോദിച്ചു പോവുകയാണ്, വഴി ചോദിച്ചു പോകണം. അതവിടെ റെയിൽവേ സംഭവങ്ങളൊക്കെ കേട്ടോ, റെയിൽവേ പാളങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ലോക്കൽ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എത്രത്തോളം ഇതാണെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. ലോക്കൽ ട്രെയിൻ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഇവിടെ. നമ്മുടെ റെഗുലർ ട്രെയിനല്ല, അല്ലാതെ നമ്മുടെ ഇവിടെ ഹിമാചൽ പ്രദേശിലുള്ള റെയിൽവേ സർവീസ് ആയിരിക്കും. ചെറിയ റെയിൽവേകളില്ലേ, ചെറിയ ട്രെയിനും സംഭവങ്ങളൊക്കെ ഇല്ലേ, ട്രെയിൻ സർവീസ് ആയിരിക്കോട്ടെ ഇവിടെ ഉണ്ടാവുക. പുറത്തേക്കുള്ള കാഴ്ചകൾ നോക്കി, മലനിരകളാണ്, ഹിമാലയം മലനിരകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് കാണേണ്ടത്. ഇതൊക്കെ കാണാതെ ഇതൊക്കെയാണ് കാണേണ്ട കാഴ്ച. കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി. ആ ഭാഗത്തോട്ടൊക്കെ കണ്ടോ, ആ സിറ്റിയാണ്, അത് ഹോട്ട് സിറ്റിയാണ് കാണുന്നത്. നിങ്ങൾ കണ്ടോ,
ആ ഭാഗത്തോട്ടൊക്കെ കാണുന്നത് ഹോൾ സിറ്റിയാണ്. നീ ഇവിടെ നിന്ന് നേരെ കയറി ആ റൂട്ടിലേക്ക് ചെല്ലണം. ആ റൂട്ടിലേക്ക് ചെന്നിട്ട് ഇനി എങ്ങാട് പോകണമെന്ന് അറിയാൻ പാടില്ല. നടക്കരുത്. നടന്നുകൊണ്ടിരിക്കുകയാണ്, രക്ഷയില്ല. അപ്പോൾ ആള് കുളുവിലാണ് കേട്ടോ. ആളുടെ ശരിക്കുള്ള വീട് വരുന്നത് കുളുവിലാണ് ആളുടെ. അത് ഞാൻ പറയുന്നത് കുളുവിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കുളുവിൽ നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ വളരെയധികം എന്താ പറയുക എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ കുളുവിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഇനി ഒരിക്കലും ഹോം സ്റ്റേ നോക്കത്തില്ല, ഡയറക്റ്റ്ലി പുള്ളിയുടെ വീട്ടിലേക്ക് ഞാൻ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. പുള്ളി എല്ലാം വെൽക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കുളുവിൽ ഞാൻ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും പുള്ളിയുടെ വീട്ടിലേക്ക് ആയിരിക്കോട്ടെ പോവുക ഡയറക്റ്റ്ലി. വ്യൂ നിങ്ങൾ നോക്കി, എന്താ ഭംഗി നോക്കി, വ്യൂ നോക്കി, എന്താ ഭംഗി നോക്കി നിങ്ങൾ കണ്ടോ. ആ മലനിരകളൊക്കെ നോക്കി, എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. നോക്കി, ഹിമാലയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. ആ ഭാഗത്തോട്ടൊക്കെ ഫുൾ ഹിമാലയം. അപ്പോൾ എവിടെ അടുത്ത താഴെ ഒരു ഗ്രൗണ്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അത്യാവശ്യം. ഇതിലേക്ക് കാണാം, ഇതിലെ പോക്കറ്റ് റോഡുകളാണ്. അതുകൊണ്ട് താഴത്തേക്ക് നിങ്ങൾ നോക്കി, ഇതേപോലെയുള്ള റോഡുകളാണ് ഇവിടെ മെയിനായിട്ട്. കയറി വേണം നമ്മൾ മുകളിലേക്ക് വരാൻ. അത് കുറച്ച് പണിയാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇത്തിരി പണിയാണ്, പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, കാരണം ചിറക്കുമായിരിക്കുമല്ലോ. കയറി ഇങ്ങോട്ട് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക. ഈ മധ്യപ്രദേശിൻ്റെ ഒരു വിധാൻ സഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസിൻ്റെ സമുച്ചയമുണ്ട് നിങ്ങൾ കാണുന്നത്. ഇനിയിപ്പോൾ നടന്ന് ഇങ്ങനെ ഇനി നടത്തം ഫുള്ള് ഇങ്ങനെ നടന്ന് കയറി ഒരു പോയിന്റിലേക്ക് എത്തും നമ്മൾ. പിന്നെ അവിടെ നിന്ന് എങ്ങടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കാരോട് വഴി ചോദിക്കണം. അതാണ് അതിന് വെച്ചൊരു ഐഡിയ. ഇഷ്ടംപോലെ പൈൻമരങ്ങളുണ്ടോ, ഇഷ്ടംപോലെ പൈൻമരങ്ങളാണ് ഇവിടുത്തെ. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ക്ലൈമറ്റിന് ഓരോതനുസരിച്ചും മരങ്ങൾക്കും തണുപ്പ് ഒരു രക്ഷയില്ലടാ. തണുപ്പ് നമ്മൾ വിചാരിച്ച പോലെ അല്ല. ജാക്കറ്റ് ഇടാൻ ഞാൻ മറന്നുപോയി, ജാക്കറ്റ് എടുത്തില്ല. ജാക്കറ്റ് എടുക്കാത്തതുകൊണ്ട് തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. അപ്പോൾ ഞാൻ മുഖവും കാര്യങ്ങളൊക്കെ മൂടി, വേറെ നിർത്തിയില്ല. കൈയിൻ്റെ കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. തണുപ്പ് നല്ല രീതിയിലുണ്ട് കേട്ടോ. തണുപ്പ് രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇനി ആ ഭാഗത്തേക്ക് നടക്കണം. ഇനി ആ ഭാഗത്തോട്ടൊക്കെ നടന്ന് നമ്മൾ നേരെ നടന്നൊക്കെ അങ്ങോട്ട് പോകണം. ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ, ആർമിക്കാരുടെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കേട്ടോ, അവരുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കാണുന്നത്. ഇവിടെ ഹോട്ടൽസും ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. തനീഷ് ബ്ലോക്ക് കാറ്റടിച്ചിട്ടേ ആൾക്ക് ഭയങ്കരമായിട്ട് തണുപ്പും കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല, ആകെ ഇട്ടേക്കുന്ന ഒരു ഓവർകോട്ട് മാത്രം ഇട്ടേക്കുന്നത്. ഞാൻ ആകെയുള്ളത് ഈ ഒരു ഈ സാധനം ഇങ്ങനെ മൂടിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് മുഖത്തോട്ടുള്ളത് ആ ഒരു കാറ്റടിയും കാര്യങ്ങളൊക്കെ കുറയും. അത് കാരണം ഭാഗ്യം. പക്ഷെ ആൾക്ക് ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ആൾ ജസ്റ്റ് ഒരു ഓവർകോട്ട് മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ നടത്തമാണ്. അപ്പോൾ ഇപ്പോൾ ഈ പോയ വഴി നമ്മൾ തിരിച്ച് തടന്ന് തന്നെ കേട്ടോ. ദൂരെ ഒരു കണ്ടത് റെയിൽവേ സ്റ്റേഷൻ കണ്ടത്. അത് നിങ്ങൾക്ക് റെയിൽവേസിൻ്റെ ട്രാക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്തോ ഗവൺമെൻറ്റിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ ഒരു ഓഫീസാണ് ഇവിടെ കാണുന്നത്. ഈ ഓഫീസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിംലയിൽ ഞാൻ വന്ന സമയത്ത് സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ അവിടെ മഞ്ഞും സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അവിടെ മഞ്ഞ് സംഭവങ്ങളൊക്കെ വീഴുവാണെന്നുള്ളത് കറക്റ്റായിട്ടൊരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ ഇതേവരെ ഷിംലയിലുള്ള തണുപ്പ് സെയിം നമുക്ക് ഡൽഹിയിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ സെയിം തണുപ്പ് തന്നെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അല്ലാണ്ട് വ്യത്യാസമൊന്നും തോന്നുന്നില്ല കേട്ടോ. ഡൽഹിയിലെ തണുപ്പൊക്കെ തന്നെയാണ് ഏകദേശം. അപ്പോൾ ഷിംലയുടെ ആ ഭാഗത്തോട്ടാണ് ഷിംലയൊക്കെ നടക്കേണ്ടത്. അവിടെ ആൾക്കാരോടൊക്കെ ചോദിച്ചു. ഇതുണ്ടോ റോഡ്, വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തേക്കാൻ നോക്കി. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നുണ്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഇടുക്കിയിൽ കാണുന്ന പോലെ തന്നെ തൂണിലൊക്കെയാണ് ഇതേപോലെയുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നിർത്തിയിരിക്കുന്നത്. ഇനി കൺസ്ട്രക്ഷനൊക്കെ കണ്ടോ. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഹോട്ടൽസാണ്. പ്രധാനമായിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽസും അങ്ങനത്തെ ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രധാനമായിട്ട് ടൂറിസത്തിനാണ് മെയിനായിട്ട് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് ആയിട്ടുള്ള ട്രാവലേഴ്സ് ഈ ഭാഗത്തേക്ക് വരും.
അപ്പോൾ അവർക്കൊക്കെ സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹോസ്റ്റൽ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇവിടുത്തെ ഈ ആൾക്കാരുടെ ഈ ഇതുണ്ടോ തൊപ്പി സംഭവങ്ങൾ അതൊക്കെ ഇവിടുത്തെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ ഇവിടെ ഈ വണ്ടി പോയി കഴിയുമ്പോൾ ഇവിടെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്തുണ്ടോ, സ്പീഡ് അവിടെ അവരുടെ സ്പീഡ് ഇതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്തു. ഇതൊക്കെ ലിക്കറും സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ലിക്കേഴ്സായിരിക്കുന്നു, ലിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ള കൺസ്ട്രക്ഷൻ മേഖലയിലെ ഷോപ്സും കാര്യങ്ങളും കാണാം. ATM കാണാം. ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചാണ്. ഒരു ഡെൻ്റൽ ക്ലിനിക്കാണ് ഇവിടെ. മെഡിസിൻസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ മെഡിക്കൽ ഷോപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓൾറെഡി എല്ലാം ഉണ്ട്, നോ പ്രോബ്ലം. നമുക്ക് ഇവിടുത്തെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഇവിടെ ചെന്ന് കഴിഞ്ഞാലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും നോക്കേണ്ടി വരും. ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിക്കാം. ഫയർഫോഴ്സിൻ്റെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കിടക്കുന്നത്. കണ്ണലാണോ? ഓക്കെ. നിരവധി വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഓഫീസാണ് കേട്ടോ. ഫയർഫോഴ്സിൻ്റെ ആണ്, BSNൻ്റെ ഓഫീസാണ് കേട്ടോ. അവിടെയാണ് കാണുന്നത് നിങ്ങൾ. നിരവധിയായിട്ടും ഗവൺമെൻറ് സ്റ്റാഫുകളുടെയൊക്കെ വർക്കിംഗ് പ്ലേസിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ്റെ ഓഫീസാണ് ഷിംലയിലെ പോലീസ് ഓഫീസാണ് ആ കാണുന്നത് നിങ്ങൾ. അവസാനമായിട്ട് ഷിംലയിലെത്തി. ഷിംല സിറ്റിയിലേക്ക് എത്തിയിടാൻ കേട്ടോ. ലാലാ ലജ്പത് റായിയുടെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചേക്കുന്നതാണ് നമുക്ക് നോക്കണം. ഷിംലയുടെ സെൻട്രൽ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിരവധിയായിട്ടുള്ള കടകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം നമുക്ക് കാണാൻ വരുന്നുണ്ട്. ടാക്സി സർവീസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തോട്ടും പോകാം, നമുക്ക് ഈ ഭാഗത്തോട്ടും പോകാം. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ അത്യാവശ്യം ക്രൗഡ് ഏരിയ ആണ് കേട്ടോ. സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലായിട്ട് ഇവിടെ കാണാൻ വരുന്നുണ്ട്. ഇവിടെ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണത്തിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ഷിംലയും കൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഷിംലയിൽ നേരെ നിങ്ങൾ കാണുന്നൊരു പ്രതിമ ഉണ്ടോ? നേരെ കാണുന്നൊരു അത് കണ്ടോ? ആ കാണുന്ന ഒരു പ്രതിമയാണ് നേരെ കാണുന്നത്. ജാഖു മന്ദിർ എന്നാണ് കേട്ടോ. തനിഷ് വയ്യാറാണ് അത്. ജാഖു മന്ദിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമുച്ചയത്തിന് ഇതാണ് കേട്ടോ. അവിടെ പ്രതിമ, അതാ അതിൻ്റെ പ്രതിമയാണ് കാണുന്നത്. നമ്മൾ കിടിലൻ വ്യൂവിലേക്ക് എത്തും. കിടിലൻ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, അവർ നാഷണൽ ഫ്ലാഗ്. ലുക്ക് അറ്റ് ദ വ്യൂ. ആ പറക്കുന്ന ഓക്കെ എന്താണല്ലേ, സൂപ്പർ. നമ്മൾ ഫ്ലാഗിൻ്റെ തൊട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വ്യൂസും കാര്യങ്ങളും കണ്ട് ഇത് കണ്ടത് ഉണ്ട്. പുറത്തായിട്ട് പ്രതിമകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഫൗണ്ടറാണ്, അതായത് ഹിമാചൽ പ്രദേശ് ഹിമാചലിൻ്റെ ഫൗണ്ടറിൻ്റെ ഒരു സ്കൾപ്ചറാണ് വെച്ചേക്കുന്നത്. പർമർ എന്ന് പറഞ്ഞിട്ട് YS പർമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ബിഹാരി വാജ്പേയിയുടെ ഒരു പ്രതിമയാണ് വെച്ചിട്ടുണ്ട് കേട്ടോ, കാണാൻ വരുന്നുണ്ട്. ഭാഗത്ത് ഒരു ചർച്ച് സമുച്ചയം കാണാൻ വരുന്നുണ്ട്. ആ ഭാഗത്ത് സംതിങ് ഒരു മോണിറ്റിൽ എന്തോ കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഭക്ഷണശാലകളും കാര്യങ്ങളും ഇത് നിരവധിയായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് ഫോട്ടോസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയയാണിത്, ഈ നമ്മൾ വന്നേക്കുന്ന സ്ഥലം. ഇവിടെ വെഹിക്കിൾസ് പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ താഴത്ത് ചോദിച്ചു നോക്കി നോ വെഹിക്കിൾസ് സോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ വെഹിക്കിൾസ് പാർക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ ഭാഗത്ത് കുതിര നോക്കി, കുതിരയുടെ മുകളിൽ കയറിക്കുന്നൊക്കെ ഉണ്ട്.
ഇതൊക്കെ കണ്ടോ ഇവിടുത്തെ ഒരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇഷ്ടം പോലെ പേരാണോ അന്ന് എന്തോരം ഗാർമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വിൽക്കുന്നത് നോക്കി. ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇത് ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രതിമയുടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ടത് ഡ്രസ്സുകളും കാര്യങ്ങളും അതിട്ടിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പറയുന്നുണ്ട്. ആ ഒരു ചർച്ചിൻ്റെ ഇത് പണ്ട് കാലത്തുണ്ടായിരുന്ന ചർച്ചുണ്ട്. അത് പുതുക്കി നല്ല രീതിയിൽ ഇതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹിമാചലിൻ്റെ അത് നമ്മുടെ ഷിംലയുടെ ഏറ്റവും ടോപ്പ്, അതായത് മൗണ്ടൻ ടോപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മൗണ്ടൻ ടോപ്പിൻ്റെ ഭാഗത്തേക്ക് എത്തി. നാഷണൽ ഫ്ലാഗ് പിന്നെ പറന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ സൂര്യപ്രകാശം അടിച്ചിട്ട് ആ ഭാഗത്തൊക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഹിമാലയയുടെ ഒരു ഇതായിട്ടുള്ള ഭാഗമാണ് അത്. ശരിക്കും ഹിമാലയമല്ല, ഗ്രേറ്റ് ഹിമാലയ അല്ല, ഇത് ശിവാലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലനിരകളുടെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാടാ. നമ്മളിനി ഗ്രേറ്റ് ഹിമാലയ ആ ഭാഗത്തേക്കൊന്നും നമ്മളങ്ങനെ ഇത് നോക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മൾ തീർച്ചയായും അങ്ങോട്ടുള്ള വീഡിയോസും കാര്യങ്ങളും അവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജസും ഒന്ന് ഫോളോ ചെയ്തേക്കും. അതിനകത്ത് ഞാൻ ഇതേപോലെയുള്ള വീഡിയോസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഫോളോ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഒന്ന് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണേ. നല്ലോണം തണുത്ത കാറ്റടിക്കണം കേട്ടോ, ഒരു രക്ഷയില്ല. തണുത്ത കാറ്റെന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റി ഞങ്ങൾ തണുത്ത് നല്ലോണം കയറാൻ കേട്ടോ. അപ്പോൾ ഞാനൊരു ഇതിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുക. ഈ ഭാഗത്തേക്ക് നടന്ന് ഈ ഭാഗത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. US ക്ലബും കാര്യങ്ങളൊക്കെ ആ ഭാഗത്താണ്. പിന്നെ അതേപോലെ തന്നെ റാണി ചാസി പാർക്ക് ആ ഭാഗത്താണ്. മോൾ റോഡ് അങ്ങോട്ടോട്ടാ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആരോഗ്യം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ താഴത്തോട്ടൊക്കെ വേണമെങ്കിൽ ഇറങ്ങി പോകണമെങ്കിൽ പോകണം കേട്ടോ. ഇടവഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴത്തോട്ട് ഇറങ്ങിയൊക്കെ പോകുന്നതാണ് ആ വഴിയിലൊക്കെ. ഇത് ഓരോ റോഡുകളും പോക്കറ്റ് റോഡുകളും കണക്ട് ചെയ്യുന്നത് ഇതേപോലത്തുള്ള ചെറിയ ഇതേപോലെ അടിഭാഗത്തോടുള്ള ഇത്തരം സ്റ്റെപ്പുകളൊക്കെ കടന്നിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഈ റോഡ് അങ്ങനെയാണ് ഇവിടെ. റോഡ് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആകുന്ന തരത്തിലുള്ള റോഡ് കൺസ്ട്രക്ഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടോ. നിങ്ങൾക്ക് ആ ഭാഗത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കണ്ടോ. ഇതൊക്കെ ഇങ്ങനെ ഒരു താഴ്ത്തിക്കൂടി ഒരു റോഡ് പോകുന്നുണ്ട്, മോളിക്കൂടി റോഡ് പോകുന്നുണ്ട്, ഇതിലെ ഒരു റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ ഈ റോഡിലൂടെയൊക്കെ കയറണമെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി റോഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അറ്റത്തേക്ക് എത്തണം. അറ്റത്തേക്ക് എത്തിയിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങനെ കയറി പോകണം, അകത്തേക്ക് മുകളിലേക്ക് കയറി പോകണം. അങ്ങനെയൊക്കെയാണ് ഇവിടെ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ബിൽഡിങ് കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും വലിയൊരു അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ വന്നേക്കുന്നത്. ഇതേപോലെ ഹെയർ പിൻസോ അങ്ങനെ കൂടുതലായിട്ട് അധികം അത് അടുപ്പിച്ചൊന്നും വരാത്തതിൻ്റെ കാരണം അതാണോ. ഇപ്പോൾ ബിൽഡിങ് കൺസ്ട്രക്ഷനൊക്കെ ചെയ്തേക്കുന്നുണ്ടോ. അതേപോലെയുള്ള ഈ ഒരു വഴികളും കാര്യങ്ങളൊക്കെ ഇതേപോലെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നതാണ്. താഴത്തേക്ക് നോക്കി നിങ്ങൾ കണ്ടോ, അതൊരു റോഡാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങിച്ചെല്ലാണെങ്കിൽ കണ്ടോ ഈ റോഡ് താഴത്തേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഒരു ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ആ റോഡ് അങ്ങോട്ട് പോകണം. കണ്ടോ, ഹെയർ പിന്നായിട്ടുള്ള വഴി കൂടിയാണ് നമ്മൾ പോകേണ്ടത്. ഒരുപാട് ഗാർമെൻറ്റ്സ് അതേപോലെ തന്നെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. തണുപ്പ് നല്ല രീതിയിലുണ്ട്, ഇല്ലെന്ന് പറയാം. ഇതാണ് ചാസി പാർക്ക്. അകത്തോട്ട് ചാസി പാർക്കിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ പാർക്കും കാര്യങ്ങളും. ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. പയ്യെ നമുക്ക് പോകാം. എന്തായാലും ഇന്ന് ഫുള്ള് ഷിംല നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള പ്ലാനാണ്. ഈ ഹോട്ടല് അതേപോലെ ഇഷ്ടംപോലെ ഹോട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ടിട്ട് ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. ഇഷ്ടംപോലെ ഹോട്ടൽസാണ്. കാരണം പ്രധാനമായിട്ട് ടൂറിസമാണ് ഇവർക്ക് മെയിനായിട്ട്. അകത്തെ വ്യൂ നോക്കിയാൽ നിങ്ങൾ കാറ്റടിക്കണം മാത്രമാണ് എനിക്കൊരു അത്ര വലിയ ഇഷ്ടപ്പെടാത്തത്. കാറ്റടിക്കുമ്പോൾ മനുഷ്യൻ്റെ രക്ഷയില്ല. കാറ്റടിക്കുമ്പോൾ പെട്ടെന്ന് ആട് ഇതായി പോകും. ഭയങ്കരമായിട്ട് തണുപ്പ്, ഭയങ്കര സീനാട്ടാ. സൂപ്പർ സ്ഥലങ്ങളല്ലേ, സൂപ്പർ സ്ഥലങ്ങളാണ്, സൂപ്പർ സ്ഥലങ്ങൾ. പിള്ളേരൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്. പിന്നെ ആ ഭാഗത്തോട്ടൊക്കെ കാണാം മൈതാനങ്ങൾ. നമുക്ക് ഇവിടെ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം, ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. പക്ഷെ കാറ്റടിക്കുന്നത് മാത്രമാണ് ഒരു പ്രശ്നം.
അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഇതിക്കൂടെയൊക്കെ നമുക്ക് പണ്ട് പിള്ളേർ കയറി ഇറങ്ങി പോണ പോലെ നമുക്കൊന്നും വലിയ പിള്ളേർക്കൊന്നും പറ്റത്തൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ മരങ്ങൾ ശരിക്കും ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഗാർഡനൊക്കെ പോലെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ. ഇതുണ്ട് ഇതേപോലെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലെ തന്നെ ഇത്രത്തോളം മരങ്ങളൊക്കെ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവില്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയായിരിക്കും അതൊക്കെ കാണാനായിട്ട്. ഒരുപാട് ഫോറിനേഴ്സും വരുന്നുണ്ട് ഇവിടെ. ഒരു പ്രതിമ ചാസി റാണിയുടെ പ്രതിമയാണ്, പ്രതിമ ചെയ്തിരുന്നു. ആ ഭാഗത്തേക്ക് ഒരു വ്യൂവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഒരു നമുക്ക് എന്താ പറയുക ഒരു വ്യൂസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് നമുക്ക് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ എടുക്കാം. നല്ല വ്യൂ ആണ് ഇവിടെ. നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കി ആ വ്യൂ നോക്കി സൂപ്പർ അല്ലേ. ജലദോഷം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. തനീഷ് ബൈക്കുണ്ട്, എനിക്കുണ്ട്, നല്ലോണം ജലദോഷമുണ്ട്. ജലദോഷം ഉണ്ടായിട്ട് കാര്യം ഈ പറഞ്ഞിട്ട് തണുപ്പത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ജലദോഷത്തിൻ്റെ കാര്യം പറയാൻ വേദം. കാരണം നല്ല രീതിയിലുണ്ട്. പക്ഷേ നമ്മളിത് ഷൂട്ട് ചെയ്യാതെ നമുക്കൊന്നും നിവൃത്തിയില്ലല്ലോ, വരാതിരിക്കാനും നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളെന്തായാലും റിസ്ക് എടുത്തിട്ടൊക്കെ തന്നെയാണ് നമ്മൾ വന്നേക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുത്ത് വന്നേക്കാണ്. ആരോഗ്യമൊന്നും നോക്കണതാണ്. എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രയോറിറ്റി. ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്. നമ്മൾ താഴത്തേക്ക് ഇതേപോലത്തെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി നമ്മൾ പോകണം. ഇഷ്ടംപോലെ ആയിട്ടുള്ള കടകളാണ് കേട്ടോ അവിടെ. ഉടുപ്പുകൾ വെക്കുന്ന കട, അതേപോലെ തന്നെ ഈ ലിക്കറൊക്കെ നോക്കി, ലിക്കറൊക്കെ കണ്ടിട്ട് ഇവിടെ. അതൊക്കെ എത്ര രൂപ എന്നൊക്കെ ഒന്നും അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വെള്ളടിക്കാൻ ആൾക്കാരും താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷിംലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ വിലക്കൊക്കെ സാധനം കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തോ ഇന്നത്തൊക്കെ ഇതിന് വില കണ്ട 250 രൂപ. ഗാർമെൻസിൻ്റെ സംഭവങ്ങൾക്ക് 250 രൂപയാണ് അടുത്തേക്കുന്ന വിലയാണ്. സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ ചവിട്ടിൽ പോകുന്നത്, പിന്നെ കാലിലിടുന്ന ചെരുപ്പുകൾ വിൻ്റർ സീസണിലൊക്കെ നമ്മളിടുന്ന സംഭവങ്ങളതേ വിൻ്റർ കോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. പിന്നെ തൊപ്പി മേടിക്കണമെങ്കിൽ ക്യാപ്പ് മേടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. ആ ഇതൊക്കെ 600 രൂപ വേണ്ട ഷർട്ടിനൊക്കെ 600 രൂപ. അമ്മോ, അത്യാവശ്യം ക്യാഷ് ഉണ്ട് കേട്ടോ. നിസാര കാര്യമൊന്നുമല്ല, ക്യാഷ് ഉണ്ട് അത്യാവശ്യം. ഷിംലയിലേക്ക് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ടൂറിസ്റ്റുകൾ റിലേറ്റ് ചെയ്തിട്ടാണല്ലോ നമുക്ക് നോക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി വിലക്കുറവുള്ള സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ആൾക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെ നിന്നൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ വില കുറവുള്ള ഒരു മാർക്കറ്റ് പുള്ളിക്കാരൻ എവിടെയാണ് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി അങ്ങാട് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാനും അങ്ങാട് തന്നെ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ആള് ഈ ഇതൊക്കെ നോക്കിയിട്ട് വെച്ചേക്കണ്ട. ഇവിടെ വില കുറവുള്ള ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മാർക്കറ്റിന് അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പം ഇനി ഞാനും പുള്ളിയോടൊപ്പം പുള്ളി പോകുന്നു, ഞാനും പുള്ളിയോടൊപ്പം പോകുന്നു. അതിൻ്റെ പരിപാടി മൊത്തത്തിൽ നമ്മുടെ വീഡിയോസ് ഷൂട്ട് ചെയ്യൽ നടക്കും. അതാണ് പരിപാടി. ഇഷ്ടം പോലെ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ മേടിക്കാം. അതൊക്കെ 350 രൂപയാണ്. അതിനൊക്കെ ആ ഒരു വോളിൻ്റെ ആ ഒരു കഴുത്തിലിടുന്ന സംഭവത്തിന് 350 രൂപ 450 രൂപ ഒക്കെയാണ്. ഇഷ്ടംപോലെ ഈ ഫ്രൂട്ട്സിൻ്റെ ഈ സലാഡ് സംഭവങ്ങൾ അതൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് കടയുണ്ട്, പേരക്ക സംഭവങ്ങളൊക്കെ, പേരക്ക അതേപോലെ തന്നെ ആപ്പിള്, ആപ്പിളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. സമൂസ നോക്കി, സമൂസ 50 രൂപ പെർ പീസ്, ഭയങ്കര കാശാണ്. സമൂസക്ക് 50 രൂപ. ആള് നോക്കണം കേട്ടോ. ഞാനിങ്ങോട്ട് പയ്യെ നടന്നു പോകുന്നു. അപ്പോൾ ആളെന്നെ കണ്ടിട്ടില്ല. ആള് വഴിയേറ്റിപ്പോയി നോക്കി. ആള് മാർക്കറ്റിൻ്റെ റോഡൊക്കെ പപ്പിക്കണോ. ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് നടന്നു പോകുന്നു. ഇടുങ്ങിയ വഴി കൂടി വെക്കേണ്ട എൻ്റെ കൊണ്ടുപോകുന്നത് എവിടേക്കാണെന്ന് എനിക്കൊരു കൊടുത്തില്ല. അത് തന്നെ പുള്ളിക്കാരൻ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയിട്ട് ഏതോ അറിയാത്ത വഴികളിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അറിയില്ല എങ്ങാട് ചെന്നെത്തുമെന്ന്. അപ്പോൾ അപ്പുറത്തെ റോഡിലേക്ക് ചെല്ലണം. അപ്പോൾ ഇനി തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയാൻ പാടില്ല. തിരിച്ചു വരുമ്പോൾ മിക്കവാറും വഴി തെറ്റുമെന്നാണ് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. പുള്ളി അതൊരു മാർക്കറ്റിൻ്റെ സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ
ഈ പറഞ്ഞ പോലെ വിലക്കുറവായിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ ഈ കുടിക്കാൻ നടന്നു പോയിക്കൊണ്ടിരിക്കണം. താഴേക്ക് നമ്മൊരു റോട്ടിലേക്കാണ് ചെല്ലാൻ പോകുന്നത്. റോട്ടിലേക്ക് ചെല്ലാനുള്ള പരിപാടിയാണ്. പുള്ളിയുടെ പുറകെ പോകാമെന്നല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇതിലേക്ക് നടന്ന് ഷിംലയുടെ അകത്തെ കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾക്ക് ഷിംലയുടെ അകത്തെ കാഴ്ചകൾ. അയ്യോ, വഴിതെറ്റിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് വഴിതെറ്റി. ചെറുതായിട്ടൊന്നുമല്ല, വലുതായിട്ട് വഴിതെറ്റിട്ടുണ്ട് എന്തായാലും. പുള്ളി മാപ്പ് നോക്കിയിട്ട് എന്തായാലും തെറ്റിച്ചെന്ന് തോന്നുന്നു. ഗൂഗിൾ മാപ്പ് ചതിച്ചെന്ന് തോന്നുന്നത്. നമ്മുടെ റോട്ടിലേക്ക് ചെല്ലേണ്ടി വരും. അപ്പോൾ ആ റോഡാണ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. തെറ്റിയെന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ. അതിൽ താഴത്തേക്ക് വന്നു. ഇത്രയും ഭാഗത്തുനിന്ന് മുകളിലേക്ക് താഴത്തോട്ട് ഇറങ്ങേണ്ടത്. ഏതൊക്കെ കൂട്ടങ്ങളൊക്കെ. ഇത് വേറൊരു ടൈപ്പ് ഓഫ് കുരങ്ങ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട അതാണ് പുള്ളിക്കാരൻ പറഞ്ഞ മാർക്കറ്റ്. എന്താ ഇതാണ് മാർക്കറ്റിൻ്റെ പേര്. എന്താണ്? തിബത്തി മാർക്കറ്റ്. തിബത്തി മാർക്കറ്റാണ്ടോ. മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ വരാമെന്ന് വിചാരിച്ചോ. ഓക്കെ, തിബത്തി മാർക്കറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം എൻ്റെ അകത്തോട്ട് കയറിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ വന്ന മാർക്കറ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട മാർക്കറ്റ് തന്നെയാണ്. ഒരു पहला देखता ना मार्केट है ना. वो जी I think that's one. മുകളിലേക്ക് കയറി ചെല്ലണം. അവിടെ വിലക്കുറവിന് കിട്ടുമെന്നാണ് പറയണത്. എങ്ങനെയാണെന്ന് നോക്കാം. എന്തെങ്കിലും സാധനങ്ങൾ പുള്ളി പറഞ്ഞ വിലക്കുറവിന് കിട്ടുമെന്ന് നോക്കാം. അത് മാർക്കറ്റ് കേട്ടോ. ടിബറ്റൻ സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോ. ഇത്രയാണ് റേറ്റൊക്കെ ഒന്നും അറിയില്ല. റേറ്റൊക്കെ നമുക്ക് ചോദിക്കാം. ചീപ്പസ്റ്റ് മാർക്കറ്റാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ എത്ര രൂപയൊക്കെ ആവുമെന്ന് ജസ്റ്റ് ചോദിക്കാം. മേടിക്കണമെന്ന് വിചാരിച്ചേക്കണം കേട്ടോ. സാധനങ്ങൾ നമ്മളൊന്നും മേടിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ കോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഷർട്ടും കാര്യങ്ങളും ഇതൊക്കെ 1500 ആണ് വരുന്നത്. 1500 നമുക്ക് ഡിമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത് 950 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, ഇഷ്ടംപോലെ ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇത് നമ്മൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഈ പാൻറ്റിന് 1250 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ 850 രൂപയാണ് ലാസ്റ്റ് തരാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാർഗെയിനൊന്നുമില്ല. ലാസ്റ്റ് പ്രൈസ് 850 രൂപ തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. നല്ല ക്വാളിറ്റി സാധനം ഉണ്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. നല്ല ക്വാളിറ്റി സാധനം ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഈ തിബത്തൻ ആയിട്ടുള്ള മാർക്കറ്റാണ്. തിബത്തൻ അവിടുത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഇടുന്ന ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഷിംലയിൽ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ മാർക്കറ്റും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. പുറത്ത് നിങ്ങൾ മാർക്കറ്റിൽ ചെന്ന് സെർച്ച് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ മാർക്കറ്റിൽ വന്ന് നോക്കിയതിന് ശേഷം, ഈ മാർക്കറ്റിലേക്ക് ഒന്ന് വന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ വന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. ആള് ഇപ്പോൾ ആൾക്കാണ് എടുക്കുന്നത്. അപ്പോൾ ആള് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇന്ന് എടുക്കാനൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയണം. കോട്ടും കാര്യങ്ങളൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാം. जी रेट का है कितना है? 1250. Everything is 1250 ना? No. ഇതൊക്കെ ലാസ്റ്റ് പ്രൈസ് 1000. ആ, ഇത് 1250 രൂപയാണ്. 1000 രൂപ നമുക്ക് തരാൻ പറഞ്ഞിട്ടുള്ളത്. ആ, ഇതും 1250 തന്നെയാണ് കേട്ടോ. 150. 1000 തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് പ്രൈസ്. ഇതെല്ലാം ലെഗിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിൻ്റർ സീസണിൽ വരാനായിട്ട് നിങ്ങൾക്ക് വേണ്ട ക്ലോത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ.
ഉണ്ട് എല്ലാം 1250 തന്നെയാണ് ഏകദേശം. ഹൗ അബൌട്ട് ഗോട്ട്സ്? 3500. ഇതൊക്കെ 3500 രൂപയാണ് ഇതൊക്കെ. പക്ഷെ ഇതൊക്കെ ക്വാളിറ്റി അത്ര നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. ലാസ്റ്റ് തന്നെ കിतना 3800. लास्ट कितना 35 है ഇത് इसको 3000. ഇത് 3000 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു കേട്ടോ. അത് 3800 രൂപയാണ്. അത് 3500 തരാന്ന് പറഞ്ഞു ലാസ്റ്റ്. ഇതിൻ്റെ വില നിങ്ങൾ കേട്ട് നോക്കണ്ട. പക്ഷെ ഇതിൻ്റെ ക്വാളിറ്റി നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ. സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ. എല്ലാം ഉണ്ട്, എല്ലാ കളേഴ്സും. ഇതൊക്കെ ലേഡീസിനൊക്കെ പറ്റിയ സംഭവമാണ് കേട്ടോ. നല്ല ക്ലോത്തൊക്കെ നല്ല ക്വാളിറ്റി ക്ലോത്ത് ആണ്. അതാണ് ഇത്രയും റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ओके ओके दोनों एक है ना, एक पीस ना, तो अलग अलग ही है ना. 35 का खाली कोट है सिंगल ना. ये अलग से लगा, मैंने मैच करके लगाया है ना. लेना है इसका कम हो जाएगा. Oh, so it's come with separately. No, it's അങ്ങനെ പറയുന്നത്. ഇത് ഒരുമിച്ചല്ല കേട്ടോ, രണ്ടായിട്ടാണ് അവർ കൊടുക്കുന്നത്. ഇതൊക്കെ കംപ്ലീറ്റ്ലി ലേഡീസിൻ്റെ സംഭവങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും. ജെൻസിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തോട്ടൊക്കെ നമ്മൾ നോക്കണം. ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. ജെൻസിൻ്റെയൊക്കെ ആ ഭാഗത്തോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ജെൻസിൻ്റെ കാണാൻ പറ്റും. അപ്പോൾ ആള് പാൻറ്റ് നോക്കാൻ വേണ്ടി വന്നു. ഞാൻ പാൻറ്റൊക്കെ നോക്കി. ഇതൊക്കെ നോക്കി, ഇതൊക്കെ നല്ല നല്ല കനത്തിലുള്ള ഇതാണ് കേട്ടോ. അതൊക്കെ കമ്പിളി ഷർട്ടുകളൊക്കെയാണ്. ഇതൊക്കെ ഇട്ടാൽ മതി നമുക്ക് വിൻ്ററിന്. വേറെ തണുക്കത്തൊന്നുമില്ല. ഈ ഭാഗത്തൊക്കെ എല്ലായിടത്തും കാണുന്ന ഇതിനൊക്കെ അത്രയൊക്കെ റേറ്റൊക്കെ തന്നെയാണ് എല്ലായിടത്തും വരുന്നത്. അതായത് ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി സംഭവങ്ങളുണ്ട്. പക്ഷേ ബാർഗെയിനൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ബാർഗെയിൻ ചെയ്ത സംഭവങ്ങളൊക്കെ മേടിക്കാം കേട്ടോ. അതേപോലെ ഇതിൻ്റെ 3 ഫ്ലോറുണ്ട്. ഇത് ഈ ഫ്ലോറിലുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ, ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ, അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലുണ്ട്. 3 ഫ്ലോറിലും കൂടി ആയിട്ടാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റ് നിൽക്കുന്നത്. 3rd ഫ്ലോറാണോ ഇതാണ് കേട്ടോ. ടിബറ്റൻ മാർക്കറ്റാണ് കേട്ടോ. പുള്ളിനോട് വേറെ ആരും പറഞ്ഞതാണ് കേട്ടോ ഇവിടെ കുറഞ്ഞ വില കിട്ടുന്നു. പക്ഷേ പുള്ളി പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പുള്ളി പറയുന്നത്. പുള്ളിക്ക് 500 വെച്ച് പുള്ളി ബാർഗെയിൻ ചെയ്ത് നോക്കി. പക്ഷേ നടന്നില്ല. അതേപോലെ ഇഷ്ടംപോലെ അടുത്ത ഫ്ലോറിലേക്ക് നമുക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇതേപോലത്തെ പ്രൊഡക്ട്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ, ഷിംലയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയും കൂടി വെക്കാം. വിലയൊക്കെ അത്യാവശ്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിലയൊക്കെ കുറച്ച് കത്തിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ് സംഭവത്തിനൊക്കെ. പക്ഷേ ക്വാളിറ്റി അത്യാവശ്യം ക്വാളിറ്റി സംഭവങ്ങൾ കണ്ടിട്ടാ. അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ഒന്നും നമുക്ക് ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചിലപ്പോൾ കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഷിംലയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്കറ്റും കൂടി ഒന്ന് എന്താ പറയുക, വിസിറ്റ് പാഴ്സൽ മേടിച്ചിട്ടാണ് ഗൈസ്. അമ്മനിപ്പോൾ അതേ ഒരു മാർക്കറ്റിൻ്റെ ഏരിയയിലിട്ട് വന്നതാണ്. ഇവിടെ പച്ചക്കറി സംഭവങ്ങളൊക്കെ വിൽക്കുന്ന മാർക്കറ്റാണ് കേട്ടോ അത്. കണ്ടോ, ഇവിടെ ഫ്രൂട്ട്സ് കിട്ടും, പേരക്ക സാധനങ്ങളൊക്കെ കിട്ടും, ഓറഞ്ച്, ഇതോടെ സാധനങ്ങളെല്ലാം കിട്ടും ഇവിടെ. ഓറഞ്ചൊക്കെ വിൽക്കുന്നുണ്ട് ഇവിടെ. ഓറഞ്ചിനൊക്കെ എത്രയാണ് പോകും? ഇതൊക്കെ 30 റുപ്പീസാണ് കേട്ടോ പെർ kg. 30 റുപ്പീസാണ് ഇത്. 60 റുപ്പീസാണിത്. അത് 20 റുപ്പീസാണ് കേട്ടോ. മാലിക്ക് ക്യാരറ്റാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ക്യാരറ്റാണ്, വൈറ്റ് ക്യാരറ്റ് ഇല്ലേ, അതാണിപ്പോൾ കാണുന്നത്. അത് ഇത് കോളിഫ്ലവർ 20 രൂപയാണ് കേട്ടോ പെർ kg. അത് ഗ്രേപ്സ്, അതേപോലെ ഇതൊക്കെ ഓറഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇനി എങ്ങനെയാണെന്ന് ചോദിക്കാം ഇവരോട്, റേറ്റും കാര്യങ്ങളൊക്കെ. ഈന്തപ്പഴമൊക്കെ ചെയ്യുന്നത്, ഈന്തപ്പഴമൊക്കെ ഉണ്ടോ? 20 രൂപ, 2 കിലോ 100 രൂപ കേട്ടോ. അങ്ങനെയാണ് ഓറഞ്ചിന് 100 രൂപ. 1 കിലോത്തിന് 100 രൂപ, 2 കിലോത്തിന് 100. 2 കിലോ 1000, 2 kg 100. ഒരു 2 kg 100 റുപ്പീസാണ് കേട്ടോ ഓറഞ്ച്. സെയിം റേറ്റ്. grapes 160, 140 per kg. Per kg. ഓറഞ്ച് നോക്കി. ഓറഞ്ച് മേടിക്കണം എന്ന് പറഞ്ഞാൽ മേടിക്കേണ്ടെന്നല്ല, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ലുക്കിങ് കേട്ടോ. പിന്നെ ഒരുപാട് സ്പൈസസ് ആയിട്ടുള്ള പീക്കിൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ
ഫുഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം വേണ്ടോ. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇവിടെ. ഇവിടെ സാധനങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ മേടിക്കാം കേട്ടോ. ഇവിടെ പച്ചക്കറി തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഈന്തപ്പഴമൊക്കെ വെച്ചേക്ക് നോക്കി, ഈന്തപ്പഴമൊക്കെ കണ്ടോ അവർ കൊടുക്കുന്ന നോക്കി. ഇതപ്പം നാളെ കാണാനില്ല കേട്ടോ. ഇതപ്പം നാളെ കാണാനില്ല. ആരെങ്കിലും ഉണ്ടോന്ന് നോക്കണം. ആളെ ഏത് വഴി പോയെന്നറിയില്ല. ആള് എന്നെ നോക്കി അവിടെ നിൽക്കാം. ഞാനപ്പോ ഓരോ നോക്കി ഗ്രേപ്സ് സാധനങ്ങളൊക്കെ മേടിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ആപ്പിളൊക്കെ റേറ്റൊക്കെ ചുമ്മാ ചോദിച്ച് പോയതുകൊണ്ട് പുള്ളിനെ നോക്കിയില്ല. അതൊക്കെ ചെയ്യുന്ന ഷൂട്ട് ചെയ്ത് റെസ്റ്റോറൻറ്റ് ഡിസൈഡാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്ക് എന്തോ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഈ വഴി പോയി. ഇവിടുത്തെ ഇനിയിപ്പോൾ ഡ്രസ്സിൻ്റെ നമ്മൾ എത്തിക്കഴിഞ്ഞാ ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ എത്തിക്കുന്നത്. താഴത്ത് നമ്മൾ കണ്ടത് പച്ചക്കറികൾ വിൽക്കുന്ന ഇതാണെങ്കിൽ ഇതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഡ്രസ്സുകൾ വിൽക്കുന്ന സ്ഥലത്തേക്ക് കണ്ടോ. ഇവിടെയൊക്കെ വിലയൊക്കെ കുറവായിരിക്കുള്ളൂ പ്രധാനമായിട്ടും. ഇത്രയ്ക്കാണെന്നൊക്കെ ഒന്നും അറിയില്ല. എന്നാലും 100 രൂപ എൻ്റെ ഇവിടെയൊക്കെ വെച്ചിരുന്നത്. ഈ സംഭവത്തിനൊക്കെ 100 രൂപയാണ്. ഫുൾ സൈസിന് 150 രൂപ. അപ്പോൾ ഇവിടെയൊക്കെ റേറ്റ് കുറവായിരിക്കും കേട്ടോ. ഗവൺമെൻറ്റ്സിൻ്റെ സാധനങ്ങളൊക്കെ റേറ്റ് കുറവായിരിക്കും. പുള്ളി മറ്റേ ലേഡീസിൻ്റെ ഐറ്റംസൊക്കെ നോക്കുക. പുള്ളിയുടെ ലവ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണായിരിക്കും കാർ. എന്താ ചെയ്യുക അങ്ങനെ. അപ്പോൾ ഇത് ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നത് കേട്ടോ ആൾക്കാർ. ഇതൊക്കെ 100 രൂപ. ഇതൊക്കെ ടവലിന് 150 രൂപ. ഇതിന് 150 രൂപയാണ് ഈ ടവലിന്. 100 രൂപ ചെറിയ ടവല്. സാധനമാണ് അത്യാവശ്യം നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. കോട്ടുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വില കുറവായിരിക്കുള്ളൂ. ഇവിടെയൊക്കെ വില കുറവായിരിക്കാനാണ് ചാൻസ് ഉള്ളൂ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ബാർഗെയിൻ ചെയ്ത് നിങ്ങൾക്ക് സാധനം മേടിക്കും. നിങ്ങൾക്ക് 100% ഒന്ന് ബാർഗെയിൻ ചെയ്ത് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. ഇത് 600 ഉണ്ടോ? 600 700 ഒക്കെയാണ് നിങ്ങൾക്ക് റേറ്റ് വരുന്നത്. ഓക്കെ, പുള്ളി നോക്കുന്നത് ലഗേജ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ മേളിലേക്ക് കയറി പോകും. ഇവിടെ നിന്ന് കറങ്ങി ആടെ മേളിലേക്ക് കയറി പോകാനുള്ള പ്ലാനാട്ടോ. ഇത് ഓരോരോ വഴികൾക്കും ഓരോരോ പർപ്പസാന്ന് തോന്നുന്നു. ഇപ്പോൾ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനത്തെ കടകളാണെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എൻ്റയർലി മാറി. ചിലവർ ക്യാമറയിൽ നോക്കിയിട്ട് ക്യാമറയിൽ ഫേസൊക്കെ മാറ്റിക്കൊണ്ടാണ് പോകുന്നത്. അവർക്കൊന്നും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. എന്നാലും ഇവിടെ വില കുറവാണ്. ഇവിടെ നേരത്തേനേക്കാളൊക്കെ വില കുറവാണെന്ന് തോന്നുന്നു. ഇവിടെ 500 രൂപ വേണ്ട. ഇതൊക്കെ 500 രൂപ പറയണം. നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. എല്ലാം നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്തൊന്നും മേടിക്കാം. നമ്മുടെ അവിടുത്തെ പോലെ മറ്റേ ഈ അങ്ങനത്തെ ഒരു മാർക്കറ്റാണിത്. നമ്മൾ ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും. അവിടുത്തെ ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതേ കണക്കുള്ള ഒരു മാർക്കറ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഇവിടെ ബാർഗെയിൻ ചെയ്യാം. നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലക്കുറവിന് സാധനം കിട്ടും. അത്രയും പരിപാടി. അതൊക്കെ ഇവിടുത്തെ ഈ സ്റ്റൈലാണ്. ഈ സ്ത്രീകളൊക്കെ ഇടുന്ന കമ്മലൊക്കെ നോക്കി നിങ്ങൾ ഒക്കെ ഇതുണ്ടോ. നല്ല ബെൽറ്റ് വിൽക്കുന്ന കടകളൊക്കെ, കൂളിംഗ് ഗ്ലാസ്, ബാഗുകൾ എല്ലാം ഉണ്ടോ അവിടെ. എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ ഇത് 3000 ആണ്ടോ പറഞ്ഞത്. 3690 പറഞ്ഞത്. അപ്പോൾ പുള്ളി ഡിസ്കൗണ്ട് വെച്ചിട്ട് 1800 രൂപയ്ക്ക് നമുക്ക് തരാമെന്ന് പറഞ്ഞാണ്ടോ ഈ ഷൂസ്. നമുക്ക് വിൻ്റർ സീസണിൽ ഇടുന്ന ഷൂസാണ് കേട്ടോ. നമുക്ക് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും സംഭവങ്ങളൊക്കെ. ഇതേപോലെ തന്നെ ഇവിടുത്തെ 10 ഷോപ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ലഗേജൊക്കെ മേടിച്ചിട്ടോ. അപ്പോൾ ആൾക്ക് ലഗേജ് മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ട്. ട്രാവൽ സൈഡ് ബാഗ് സംഭവം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയായിരുന്നു അവിടെ 350 രൂപയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാനത് മേടിച്ചില്ല. അപ്പോൾ ആൾക്ക് ലഗേജും വേണമായിരുന്നു, അതേപോലെ തന്നെ ഒരു സൈഡ് ബാഗും വേണമായിരുന്നു. അപ്പോൾ അത് നമ്മൾ വിലപേശി മേടിച്ചു. 1300 രൂപ. ലഗേജ് ബാഗിന് പറഞ്ഞത് 1250 രൂപയും സൈഡ് ബാഗിന് 350 രൂപയാണ് പറഞ്ഞത്. അപ്പം നമ്മളത് വിലപേശി 1300 രൂപക്ക് നമ്മൾ മേടിച്ചു. ഇനി നേരെ ഇനി ഹോസ്റ്റലിലേക്ക് നമ്മൾ നടക്കുകയാണ്. അപ്പം ഇനി ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ കയറി വേണം പോകാനായിട്ടാ.
ഇനി മാർക്കറ്റ് നല്ല തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പയ്യെ ഇവിടെ നിന്ന് ഇനി ചലിക്കണം. നമ്മളിനിപ്പോൾ എനിക്ക് മേളിലേക്ക് പോകണം കേട്ടോ. ഈ ഭാഗത്തേക്ക് എനിക്ക് കയറി മേളിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പോകണം കേട്ടോ മുകളിലേക്ക്. കാരണം വൃത്തിയൊന്നുമില്ല. വന്ന വഴി തന്നെ അല്ല, വേറെ വഴി തന്നെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും വേറെ പോകണം അങ്ങോട്ട്. Yeah, I think this is a church, right? So we should go this way. We did this park, and this is the way. This is also the way, na? വീട്ടിലെ വഴികളുണ്ട്. വഴി ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇന്നലെ കയറിക്കൊണ്ടിരിക്കണം മുകളിലേക്ക്. എങ്ങനെയെങ്കിലും ചർച്ചിൻ്റെ ഭാഗത്തേക്ക് നേരെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ചർച്ചിൻ്റെ ഭാഗത്തേക്ക് വേഗം ചെല്ലണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അതെ, നേരത്തെ വന്ന സ്ഥലത്തേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാഗ് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇറക്കി. അപ്പോൾ ഇനി നേരെ ഹോസ്റ്റലിലേക്ക് നടക്കാമെന്നല്ലാണ്ട് വേറെ നിർത്തിയൊന്നുമില്ല. അപ്പോൾ നടക്കാം, അതിനെ പരിപാടി.